എൻ്റെ പേര് രമേശൻ തോട്ടറകത്ത്. ഞാൻ ഈ മണ്ടക്കാട്ട് ദേവീക്ഷേത്രം എന്ന ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻ്റാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പുരാതനമായ ഒരു ദേവീക്ഷേത്രമാണിത്. നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ വെച്ച് പറയുകയാണെങ്കിൽ, അതായത് 2001 ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വേണ്ടി ഒരു ദേവപ്രസംഗം നടത്തിയിരുന്നു. ആ ദേവപ്രസംഗത്തിൽ വിധി പ്രകാരം ഇന്നേക്ക് ഏകദേശം 760 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. അന്ന് നിബിഡമരമായിരുന്ന ഈ പ്രദേശത്ത് ദൃശ്യമായതാണ് ഇവിടുത്തെ ദേവീ ചൈതന്യം. അക്കാലത്ത്, ആദ്യമായ കാലത്ത് ഇത് വനദുർഗ എന്ന രീതിയിലാണ് ഈ ചൈതന്യത്തെ തിരിച്ചറിയുകയും ആരാധിക്കുകയും ചെയ്തെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ ഒരു ദ്രാവിഡിയൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇവിടെ എല്ലാം തന്നെ ശൈവ ആരാധനയാണ് ഉണ്ടായിരുന്നത്. അതായത് ഭദ്രകാളി, ശിവന്, ഈ രീതിയിലുള്ള ആരാധനയാണ് നമ്മുടെ ദ്രവിഡിയൻ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. അത്തരത്തിൽ നമ്മുടെ ഒരു പ്രാചീന കേരളത്തിൽ അതായിരുന്നു അന്നത്തെ ഒരു ആരാധന മൂർത്തികൾ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ കാലപ്പഴക്കത്തിൽ ഈ ക്ഷേത്രം ഈ നിബിഡമായ വനപ്രദേശത്ത് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെ പിന്നെ ഈ വനദുർഗ എന്നതിന് പകരം ഭദ്രകാളി സങ്കല്പത്തിൽ ആരാധിച്ചു പോരുകയാണ് ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം സ്വയംഭൂവാണ്. അതായത് പുറ്റിലാണ് ഈ ക്ഷേത്രത്തിലെ ശക്തി ആദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ചിലയിടത്ത് ശിലയായിരിക്കാം, ചിലയിടത്ത് പുറ്റായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള രീതിയിലായിരിക്കാം ദേവീ ചൈതന്യം അല്ലെങ്കിൽ ദേവചൈതന്യം പ്രത്യക്ഷപ്പെടുന്നത്. നമ്മളിവിടെ പുറ്റിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അന്ന് ഈ ചൈതന്യം തിരിച്ചറിഞ്ഞ ആളുകളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് പരേതനായിട്ടുള്ള ഇവിടുത്തെ അന്നത്തെ ഒരു സന്യാസ ജീവിതം പോലെ നയിച്ചിരുന്ന കരിപ്രയൽ സ്വാമി എന്ന് അറിയപ്പെടുന്ന ശങ്കരൻ എന്ന മാന്യദേഹം, അല്ലെങ്കിൽ ഒരു സന്യാസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹമായിരുന്നു. ആ കാലത്ത് തന്നെ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് നമ്മളിന്നൊക്കെ ശബരിമലയിൽ പോകുന്നത് പോലെ ഇരുമുടി കെട്ടും കെട്ടി ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയിൽ പോകുന്നത് പോലെ, അന്ന് ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടനം ചെയ്തിരുന്ന, ഇരുമുടി കെട്ടുമൊക്കെ കെട്ടി ശരണം വിളിച്ചുകൊണ്ട് തീർത്ഥാടനം ചെയ്തിരുന്ന ഒരു ദേവീക്ഷേത്രമാണ് കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് മാരിയമ്മൻ കോവിൽ. അപ്പോൾ ഇവിടുന്ന് ആളുകളങ്ങനെ വർഷങ്ങളോളം പോയി അല്ലെങ്കിൽ ഈ ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം പോയി വാർദ്ധക്യമായപ്പോഴത്തേക്ക് ശാരീരിക ക്ഷമത കുറഞ്ഞു കൊടുക്കുമ്പോൾ, അക്കാലത്ത് ഇന്നത്തെ പോലെ ബസ്സോ ട്രെയിനോ മറ്റ് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നടന്നും അല്ലെങ്കിൽ പരിമിതമായ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ പോകാൻ പറ്റാത്തിരുന്ന, അതായത് ഇവിടുന്ന് മണ്ടക്കാട്ടേക്ക് പോയിട്ട് മണ്ടക്കാട്ട് മാരിയമ്മൻ കോവിൽ പോയി തീർത്ഥാടനം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിച്ച് പറയുകയാണുണ്ടായത്, അമ്മേ, എനിക്കിനി മണ്ടക്കാട്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് ശാരീരികമായി കഴിയുകയില്ല, അതുകൊണ്ട് അമ്മയെ ഞാൻ ഈ ക്ഷേത്രത്തിൽ സങ്കല്പിച്ച് ഞാൻ പൂജ നടത്തിക്കൊള്ളാം. ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് പേരുമിട്ടു മണ്ടക്കാട്ട് നട. നട എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളുണ്ട്. ക്ഷേത്രം എന്നർത്ഥമുണ്ട്, വഴി എന്നർത്ഥമുണ്ട്, പടി എന്നർത്ഥമുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മണ്ടക്കാട്ട് നട എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ മാരിയമ്മൻ കോവിലേക്ക് ഉള്ള ഒരു മാർഗം, ഒരു വഴി എന്ന തരത്തിലാണ് അതിനെ നാം കരുതി പോകുന്നത്. അതായത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞിരുന്നാൽ, മണ്ടക്കാട്ട് മാരിയമ്മൻ കോവിലിൽ, കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട്ട് മാരിയമ്മൻ കോവിലിൽ പോയി വഴിപാടുകൾ ചെയ്യുവാൻ എന്നതിന് പകരം നമുക്ക് ഇവിടെ അർപ്പിച്ചാലും മതി. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം. ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു ക്ഷേത്രവും ഇങ്ങനെ മണ്ടക്കാട്ട് നട എന്ന രീതിയിൽ ഒരു പേര് ഉള്ളതായിട്ട് അറിയാൻ കഴിയില്ല. ആരുടെയും സ്ഥലത്തിൽ അങ്ങനെ പെട്ടിട്ടുമില്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. മണ്ടക്കാട്ട് നട, മണ്ടക്കാട്ട് മാരിയമ്മൻ കോവിലെ മൂലക്ഷേത്രമായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ആരാധിക്കപ്പെടുന്ന നൂറുകണക്കിന് കിലോമീറ്ററിൽ ഇപ്പുറം ആരാധിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയും പുറ്റിലാണ് ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ മണ്ടക്കാട് മാരിയമ്മൻ കോവിലിലും ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു കുറ്റിക്കാട്ടിൽ പുറ്റിനകത്താണ്. ഈ ഒരു സാമ്യം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതാണ് നമ്മൾ രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ നമുക്കുള്ള മറ്റൊരു സംഗതി. ഇനി അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കന്യാകുമാരി ജില്ലയിലെ മാരിയമ്മൻ കോവിലിൽ, മണ്ടക്കാട് മാരിയമ്മൻ കോവിലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഞങ്ങൾ ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഇവിടുന്ന് സമൂഹമായിട്ട് മണ്ടക്കാട് മാരിയമ്മൻ കോവിലിൽ പോയിട്ട് പൊങ്കാലയിട്ട് അവിടുന്ന് സമ്മതം വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷം 450-500 പേരാണ്, സ്ത്രീകളാണ് ഇവിടുന്ന് മണ്ടക്കാട്ട് അമ്പലങ്ങളിൽ കൂട്ടമായി പോയിട്ട്, ബസ്സിൽ കൂട്ടമായിട്ട് പോയിട്ട് പൊങ്കാല അർപ്പിച്ചിട്ട് പൊങ്കാലയിട്ടതിന് ശേഷം അവിടെ ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ ഉത്സവം നടത്താൻ പോവുകയാണ്. എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹവും അനുവാദവും നൽകണമെന്ന് പ്രാർത്ഥിച്ച്, സമൂഹമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇത് നടത്തപ്പെടുന്നത്. ഇനി ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ മകയിരം തിരുനാളാണ് ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. അതായത് മകയിരത്തിന് പിന്നോട്ട് 10 ദിവസം എണ്ണിക്കഴിഞ്ഞാൽ അന്ന് കൊടിയേറി 10ാമത്തെ ദിവസം ആറാട്ടോടുകൂടി കൊടിയിറക്ക്. ആദ്യത്തെ ദിവസം കൊടിയേറി കഴിഞ്ഞിരുന്നാൽ 7ൻ്റെ അന്ന് ഉത്സവ ബലിയാണ്. പിന്നെ 9ൻ്റെ അന്ന് പൊങ്കാല. അന്നേ ദിവസം രാവിലെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ കെട്ടുവിളക്ക് ഘോഷയാത്രയായിട്ട് ഈ അമ്പലത്തിൽ എത്തിച്ചേരുകയും കൊട്ടുവിളക്ക് ഘോഷയാത്ര എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭണ്ഡാര അടുപ്പിൽ ഭദ്രദീപം തീ പകർന്ന് പൊങ്കാല ഇട്ട് അവിടുന്ന് തന്നെ തീ മറ്റ് അടുപ്പുകളിലേക്ക് പകർന്നുകൊണ്ട് സമൂഹമായിട്ട് പൊങ്കാല ആരംഭിച്ച് പൊങ്കാല ആ ഒരു നിവേദ്യം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ക്ഷേത്ര തന്ത്രി എന്ന് പറയുന്നത് അടിമുറ്റത്ത് മഠത്തിൽ സുരേഷ് ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും സമുന്നതനായ തന്ത്രി വര്യനാണ്. മലയാലപ്പുഴ ദേവീക്ഷേത്ര തന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഇത് ഭദ്രകാളി ആയതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ശൈവാരാധനയിലുള്ള ഒരു തന്ത്രിയെ വേണം. ശൈവാരാധനയുള്ള തന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് മലയാലപ്പുഴ പ്രമുഖമായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രമാണ്. അവിടുത്തെ തന്ത്രസ്ഥാനം വെച്ച് ചിന്തിച്ചപ്പോൾ അത് അതിന് ദേവി ഹിതം അതിനനുകൂലമാവുകയും അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ തന്ത്രിയായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 21 വർഷമായിട്ട് ഈ അടിമുറ്റത്ത് മഠത്തെ സുരേഷ് ഭട്ടതിരിപ്പാടാണ് ഈ അമ്പലത്തിൻ്റെ തന്ത്രിയായി ഇരിക്കുന്നത്. ഇനി 10ാമത്തെ ദിവസം ഉത്സവം കഴിഞ്ഞിരുന്നാൽ 11ൻ്റെ അന്ന് ഗുരുതി പൂജയോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് 7 മണിയോടുകൂടി ഗുരുതി പൂജ ആരംഭിക്കുകയും 8 മണിയോടുകൂടി ഗുരുതി പൂജ സമാപിച്ച് ക്ഷേത്രം നട അടയ്ക്കുകയും ചെയ്യും.